ഹലോ, എല്ലാവർക്കും വിങ്സ് അക്കാഡമിയുടെ ക്യാപ്സ്യൂൾ സീരീസിലോട്ട് സ്വാഗതം. അപ്പോ നമ്മന്ന് ഫിസിക്സിലെ +1 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ അതിൽ എന്തായാലും ചോദിക്കുമെന്ന് ഉറപ്പുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോ നമ്മൾ അധികം ഒന്നും പറയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ടോപ്പിക്സിലോട്ട് കിടക്കാം. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ സെന്റർ ഓഫ് മാസ്. 2 മാർക്കിനും 1 മാർക്കിനും മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ് സെന്റർ ഓഫ് മാസ്? അതായത് കൺസെപ്റ്റ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയ മക്കളെ, അതായത് ഒരു പോയിന്റിൽ ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ചുമ്മാ കാണിച്ചു തരാണ്. ഒരു പോയിന്റിൽ ഞാൻ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ നിൽക്കും അല്ലെ. പക്ഷെ ഞാൻ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കോ? ഇല്ല. കാരണം എന്താ? ഇവിടെ വെച്ചാൽ നിൽക്കോ? ഇല്ല. കാരണം ഞാനിത് ഇവിടെ വെക്കുമ്പോ ഇതിന്റെ മാസ് നമുക്ക് ഈ സൈഡിലുള്ള മാസ് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പൊന്തിക്കാൻ പറ്റുള്ളൂ അല്ലെ. വിരൽ ഇവിടെ വെക്കുമ്പോ ഈ സൈഡിലുള്ള മാസ് മാത്രം പൊന്തിക്കാൻ പറ്റുന്നുള്ളൂ, ഈ സൈഡിൽ വിരൽ വെക്കുമ്പോ ഈ സൈഡിലുള്ള മാസ് മാത്രം നമുക്ക് പൊന്തിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഞാൻ നടുക്ക് വെക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇതിന്റെ മാസ് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ്, അപ്പൊ ഈ നടുക്കത്തെ ഈ പോയിന്റിനെ നമ്മൾ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ ഒരു ഹൈപ്പോതെറ്റിക്കൽ പോയിന്റ് ആണ്. ഹൈപ്പോതെറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഇമാജിനറി, അതവിടെ ഉള്ള പോലെ വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഇല്ല. അപ്പൊ ഒരു ഹൈപ്പോതെറ്റിക്കൽ പോയിന്റ് ആണ്. ആ പോയിന്റിലാണ് എന്ത്? ആ ഒബ്ജക്റ്റിന്റെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഞാൻ പറഞ്ഞു, ഇവിടെ പൊക്കുമ്പോ ഇവിടത്തെ മാസ് മാത്രമല്ലേ പൊന്തണുള്ളൂ, ഇവിടെ പൊക്കുമ്പോ ഇവിടത്തെയും. പക്ഷെ ഇവിടെ പൊന്തിക്കുമ്പോ എന്താണ്? ഒബ്ജക്റ്റിന്റെ മൊത്തം മാസ് എന്ത് ചെയ്യുന്നുണ്ട്? പൊന്തനുണ്ട്. അതായത് മൊത്തം മാസ് എവിടെയാണ് ഇരിക്കുന്നത്? ആ പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. The center of mass is a hypothetical point. അതെന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ? ഹൈപ്പോതെറ്റിക്കൽ, അത് ഇമാജിനറി പോയിന്റ് ആണ്. Where the entire mass of an object may be assumed to be concentrated. അതായത് ആ ഒബ്ജക്റ്റിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്ത് അസ്യൂം ചെയ്യാണ്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അസ്യൂം ചെയ്യാം ട്ടോ. ഓക്കെ, അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ എൻറ്റയർ മാസ് ഒരു സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്റെ എൻറ്റയർ മാസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഡിഫൈൻ ടോർക്ക് എന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാറുണ്ട്. നിങ്ങൾ എന്തും പഠിച്ചു വെക്കണം. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക് ഓർ മൊമെന്റ് ഓഫ് ഫോഴ്സ്. നമുക്ക് 2 പേര് പറയാൻ പറ്റും. ഒന്നല്ലെങ്കിൽ അതിന് ടോർക്ക് എന്ന് പറയാം മക്കളെ, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഫോഴ്സ് എന്ന് പറയാം. ഇപ്പൊ തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെ ഒരിക്കലും എക്സാമിന് ചോദിക്കില്ല. അവിടെ ചോദിക്കാൻ ചാൻസ് ഡിഫൈൻ ടോർക്ക് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എഴുതണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനും കൂടി പഠിക്കണം. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ് ഈസ് ടോർക്ക്. ടോർക്ക് എന്താന്ന് വെച്ചാൽ എന്ത് എഴുതണം? റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ റൊട്ടേഷണൽ അനലോഗ്? ഈ അനലോഗ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് ഇപ്പോ നിങ്ങൾക്കറിയാം ഫോഴ്സ് അല്ലെ. ഫോഴ്സ് നിങ്ങൾ എങ്ങനെയാ പഠിക്കുന്നത്? ഫോഴ്സ് ഇങ്ങനെ നേരെ കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു, മേലോട്ട് കൊടുക്കുന്നു, താഴത്തോട്ട് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ കൊടുക്കുന്നതിനൊക്കെ നമ്മൾ എന്നറിയാം? ഫോഴ്സ് എന്നറിയാം. നേരെ കൊടുക്കണേന്ന് ഫോഴ്സ് എന്ന് പറയാം. പക്ഷെ അത് സർക്കുലർ ആയിട്ടാണ് ഫോഴ്സ് കൊടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ടോർക്ക് എന്ന് പറയും. ഓക്കെ, അപ്പൊ നേരെയുള്ള ഫോഴ്സ് അതേ സെയിം കൺസെപ്റ്റ് എങ്ങനെ? സർക്കുലർ ആയിട്ട്. അപ്പൊ സർക്കുലർ ആയിട്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതേ സാധനം, ഏത് ഫോഴ്സിന്റെ അതേ സാധനം റൊട്ടേഷനിലാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വാക്കാണ് എന്ത്? അനലോഗ്. ഓക്കെ, ആ സെയിം സാധനം റൊട്ടേഷനിലാണ്, ഫോഴ്സ് എന്ന് പറഞ്ഞ സാധനം സെയിം റൊട്ടേഷനിലാണെന്ന് കാണിക്കാനുള്ള വാക്കാണ് അനലോഗ്. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കറങ്ങുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അതായത് സർക്കുലർ മോഷനിലുള്ള ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പോ ഞാനിപ്പോ ഇത് നോക്കി, ഇത് വെച്ചിങ്ങനെ തല്ലി കഴിഞ്ഞാൽ എന്താണ്? ടോർക്കാണ്. കാരണം ഫുൾ സർക്കിൾ ആയില്ല എന്നുണ്ടെങ്കിലും ഇത് കറങ്ങി വരുമ്പോ എന്താവും? ലാസ്റ്റ് സർക്കിൾ ആവും. അപ്പൊ നോക്കി, കുറച്ചിങ്ങനെ വെച്ച് തല്ലിയാലും അത് തന്നെയാണ് ടോർക്ക് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് നിങ്ങൾ നെറ്റാണെന്ന് വിചാരിക്കാം. നെറ്റിലെ നെറ്റാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സ്പാനർ വെച്ചിട്ടാണ് എന്ത് ചെയ്യാം മക്കളെ? ഇത് സ്പാനർ വെച്ചിട്ടാണ് എന്ത് ചെയ്യാം?
സ്പാനർ വെച്ചിട്ടാണ് ഈ നെറ്റ് ഇങ്ങനെ തിരിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെ തിരിക്കുമ്പോ നിങ്ങൾ കൊടുക്കണ ഫോഴ്സ് ഇങ്ങനെയാണ്, ഇങ്ങനെയല്ലേ ഫോഴ്സ് കൊടുക്കുക. അപ്പൊ ആ ഫോഴ്സ് കൊടുക്കേണ്ടത് എന്താണ്? ടോർക്കാണ്. അപ്പൊ സ്പാനർ തിരിക്കാൻ നിങ്ങൾ കൊടുക്കുന്ന ഫോഴ്സ് എന്താണ് മക്കളെ? ടോർക്കാണ്. ഓക്കെ. അതുപോലെ ഡോർ തുറക്കാൻ വേണ്ടി നിങ്ങൾ വലിക്കുന്നത് സർക്കുലാർ ആയിട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഡോർ തുറക്കാൻ നിങ്ങളുടെ കൈ മൂവ് ചെയ്യുന്നത് സർക്കുലാർ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നത് സർക്കുലാർ ആണ്. അപ്പൊ അവിടുത്തെ ഫോഴ്സ് അല്ലാതെ എന്താണ്? ടോർക്കാണ്. സർക്കുലാർ ആയിട്ടുള്ള ഫോഴ്സിനെ നമ്മ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ടോർക്ക് എന്നുള്ളത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? അപ്പൊ രണ്ട് ടോപ്പിക് പഠിച്ചു, അത് രണ്ടും സിമ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ ടോപ്പിക് എന്താ നോക്കാം. ഷോ ദാറ്റ് the rate of change of angular momentum of a particle is equal to the torque acting on it. അതായത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ്? L അല്ലെ. ആംഗുലാർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? d/dt. ആംഗുലാർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് d/dt എന്തിനോട് ഈക്വൽ ആണെന്ന് കാണിക്കണം? ഈക്വൽ ടു ടോർക്ക്. ടോർക്ക് ആണെന്ന് കാണിക്കണം, പ്രൂവ് ചെയ്യണം. ഓക്കെ. അപ്പൊ വലിയ സംഭവമൊന്നുമില്ല, സിമ്പിൾ ഡെറിവേഷൻ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് നിങ്ങൾ കാണാപ്പാഠം പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ആംഗുലാർ മൊമെന്റത്തിന്റെ ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തരാം. L = R ക്രോസ് P. കുഴപ്പമില്ലല്ലോ, എല്ലിന്റെ ഇക്വേഷൻ എന്താണ്? R ക്രോസ് P ആണ്. ഇനി ഈ ഇക്വേഷന്റെ രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഡെറിവേറ്റീവ്, അതായത് d/dt കൊടുക്കാൻ പോവാണ്. ഇപ്പുറത്തും d/dt കൊടുക്കുന്നു, അപ്പുറത്തും d/dt കൊടുക്കുന്നു. അപ്പൊ ഒരു ഇക്വേഷന്റെ ഇവിടെയും d/dt കൊടുത്തു, ഒരു ഇക്വേഷന്റെ ഇവിടെയും d/dt കൊടുത്തു. കുഴപ്പമില്ലല്ലോ, ഇത്രയും ഓക്കെ അല്ലേ? രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്തു മക്കളെ? d/dt കൊടുത്തു. ഇനി ഞാനൊരു ഇക്വേഷൻ പഠിപ്പിച്ചു തരാം. പ്രൊഡക്റ്റ് റൂൾ എന്നാണ് ആ ഇക്വേഷന്റെ പേര്. അപ്പോ ശ്രദ്ധിച്ചു നോക്കിക്കോട്ടെ. അതായത് d/dt ഓഫ് u ഡോട്ട് v, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് d/dt ഓഫ് u ഡോട്ട് v ആണെന്നുണ്ടെങ്കിൽ u ഇൻറ്റു dv/dt പ്ലസ് v ഇൻറ്റു du/dt. ഓക്കെ. അപ്പൊ ഞാനിപ്പോ എഴുതിയേക്കുന്ന ഇക്വേഷൻ ഓൾറെഡി അവിടെ നിലവിലുള്ളതാണ്. ഇതിനെ പ്രൊഡക്റ്റ് റൂൾ എന്നാണ് പറയാ. ഡിഫറൻഷിയേഷൻ ഓഫ് രണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ടുപേരുടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യുന്ന കാര്യം, ഇത് പഠിക്കാനായിട്ട് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കിയേ, ഇത് നമ്പർ ഇട്ട് വെക്കുക, 1, 2. കുഴപ്പമില്ലല്ലോ, അങ്ങനെ നമ്പർ ഇട്ട് വെക്കുക. അങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ട് ഈ ഇക്വേഷനിൽ എങ്ങനെ വരും? ആദ്യത്തെ നമ്പർ ആരാണ്? u. 1ന്റെ ഇൻറ്റു d/dt ഓഫ്, അല്ലെ, d/dt എന്ന് പറഞ്ഞാൽ എന്താടാ? ഡെറിവേറ്റീവ് അല്ലെ. 1ന്റെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ഞാനിത് പഠിച്ചേക്കുന്നത് ഈ ഇക്വേഷൻ. അതായത് d/dt ഓഫ് u ഡോട്ട് v, അതിന് രണ്ട് നമ്പർ ഇട്ട് കൊടുക്കുക. ഒന്ന് u എന്ന് പറഞ്ഞാൽ 1, v എന്ന് പറഞ്ഞാൽ 2. അങ്ങനെയാണെങ്കിൽ 1ന്റെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d/dt. അപ്പൊ അതായത് d/dt ഓഫ് v പ്ലസ് 2ന്റെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അല്ലെ. u എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ പറയാം അതൊക്കെ 1, 2 ട്ടാ. 1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? ആ ഇക്വേഷൻ പഠിക്കാൻ സിമ്പിൾ ആണ്. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്യാൻ പോണത് ട്ടാ. അതായത് ഇത് ഞാൻ എവിടെ കൊടുക്കും? ഈ ഇക്വേഷൻ ഞാനിപ്പോ എവിടെ കൊടുക്കും? ഇത് നോക്കിയേ, ഈ ഭാഗം നോക്കിയേ, നിൽക്കുക കാണണ്ട ഈ ഭാഗം. അതായത് ഇവിടെ d/dt ഓഫ് u ഇൻറ്റു v ആണ്, മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ r ക്രോസ് p, അവിടെയും മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ u കിടക്കുന്ന സ്ഥലത്ത് അവിടെ r കിടക്കുന്നു, ഇവിടെ v കിടക്കുന്ന സ്ഥലത്ത് അവിടെ ആര് കിടക്കുന്നു? p കിടക്കുന്നു. അപ്പൊ ഈ ഇക്വേഷൻ നമ്മൾ എവിടെ കൊടുക്കും? അവിടെ കൊടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോട്ടാ. അപ്പൊ ഓക്കെ, ആ ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതാണ്. d/dt ഓഫ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് എടുത്ത് എഴുതുന്നത്, r ക്രോസ് p. കുഴപ്പമില്ലല്ലോ, d/dt ഓഫ് r ക്രോസ് p. r ക്രോസ് p യുടെ d/dt എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്പർ ഇടാ, നേരത്തെ നമ്പർ ഇട്ട പോലെ തന്നെ നമ്പർ ഇടാ, 1, 2. അപ്പൊ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ ആരാണ്? r. ആദ്യത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ d/dt, ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആരാണ്?
സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിയേ, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പി. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് പി കുഴപ്പമില്ലല്ലോ, ആദ്യത്തെ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, അതായത് പി പ്ലസ് രണ്ടാമത്തെ ആരാണ് പി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാരാണ് മക്കളെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ആരാ? ആർ ട്ടാ. അപ്പൊ എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് ആർ. ഇങ്ങനെയാണ് വരാം. കുഴപ്പമില്ലല്ലോ, അത്രയും ക്ലിയർ അല്ലേ? ഇനി ആ കുറച്ച് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ഇങ്ങോട്ട് നോക്കിക്കോട്ടാ. അതായത് ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് പി കണ്ട, ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് ആർ ഉണ്ട്. ഇത് രണ്ടുമാണ് നമ്മൾ മാറ്റാൻ പോണത്. അവർക്കൊരു ഇക്വേഷൻ ഉണ്ട്, ഞാനിപ്പോ തൽക്കാലം ഇവിടെ എഴുതി വെക്കാണ്. ഡി ബൈ ഡി ടി ഓഫ് ഇവിടെ വേണ്ട, ഇവിടെ എഴുതി വെക്കണം. അതായത് ഡി ബൈ ഡി ടി ഓഫ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ആണ്. ഡി ബൈ ഡി ടി ഓഫ് പി എന്താണ് മക്കളെ? എഫ് ആണ്. അതുപോലെ തന്നെ ഡി ബൈ ഡി ടി ഓഫ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആണ്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് പി എഫ് ആണ്, ഡി ബൈ ഡി ടി ഓഫ് ആർ എന്താണ്? വി ആണ്. അപ്പൊ ഇവിടെ നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് പി ഉണ്ട്, ഡി ബൈ ഡി ടി ഓഫ് ആർ ഉണ്ട്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്തായിട്ട് മാറും? ഡി ബൈ ഡി ടി ഓഫ് പി എഫ് ആവും, ഡി ബൈ ഡി ടി ഓഫ് ആർ എന്താവും? വി ആവും. ഓക്കെ, അപ്പൊ ആ സ്റ്റെപ്പ് ഒന്ന് ചെയ്താലോ, നോക്കിക്കോട്ടാ. അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഈക്വൽ ടു ആർ ഇൻറ്റു ഇത് എന്താവുന്ന പറഞ്ഞ ഡി ബൈ ഡി ടി ഓഫ് പി എന്താവും ആവുന്നാണ് പറഞ്ഞത്? എഫ് ആവും. ആർ ഇൻറ്റു എഫ് പ്ലസ് പി ഇൻറ്റു ഇങ്ങോട്ട് നോക്കിയേ, പി ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ് ആർ എന്താവും? വി ആവും. പി ഇൻറ്റു വി. കുഴപ്പമില്ലല്ല, അത്രയും ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ഇക്വേഷൻ പഠിപ്പിച്ചുതരാം. ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടാ. അടുത്തൊരു ഇക്വേഷൻ പഠിച്ചുതരാം. പി ഈസ് ഈക്വൽ ടു എം വി. പി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എം വി ആണ്. പി എന്ന് പറഞ്ഞാല് എം വി. അപ്പൊ ഇവിടെ പി കണ്ടല്ല, പി കണ്ട, ആ പിക്ക് വരെ ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്? എം വി എന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, ആ പിക്ക് വരെ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എം വി എന്ന് കൊടുക്കും. അപ്പൊ നമുക്ക് ആദ്യം കിട്ടേണ്ട ഇക്വേഷൻ നോക്കി വെച്ചോ, ഞാനിത് മായ്ക്കാൻ പോവാണ്. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. ഇതാണ് അവർ കണ്ടുപിടിക്കാൻ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞത്, അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. കുഴപ്പമില്ലല്ല, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. അത് തെളിയിക്കണം. അപ്പൊ അത് ഓർത്ത് വെച്ചോളൂ, അത് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്യണത്. അപ്പൊ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് മായ്ക്കേണ്ടി വന്നു. ഇനി നോക്കിയേ, ഈ പിക്ക് പകരം ഞാൻ ആരെ കൊടുക്കും എന്നാണ് പറഞ്ഞത്? എം വിനെ കൊടുക്കും. അപ്പൊ എം വിനെ കൊടുത്തിട്ടുള്ള ഇക്വേഷൻ ഞാൻ അവിടെ എഴുതാം. ഇത്രയും സാധനം ഞാൻ എഴുതണില്ല, ഈക്വൽ ടു ഇട്ടിട്ട് അപ്പുറത്തുള്ള മാത്രമേ എഴുതുള്ളൂ, അതിനുള്ള സ്ഥലം ഉള്ളൂ കേട്ടാ. അപ്പൊ ഈക്വൽ ടു ആർ ക്രോസ് എഫ് പ്ലസ് പിക്ക് വരെ കൊടുത്തു എം വി ഇൻറ്റു വി അല്ലെ? പിക്ക് വരെ ഞാൻ എം വി കൊടുത്തു, കുഴപ്പമില്ലല്ല. ഇനി അടുത്ത ഇക്വേഷൻ പഠിച്ചോ. വി ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? വി ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. വി ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ട്ടാ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്ക. വി ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ഓക്കെ, അപ്പൊ ഇവിടെ വി ക്രോസ് വി ഉണ്ടല്ല, അതെന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. വി ക്രോസ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 0 ആണ്. ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് പ്ലസ് എം ഇൻറ്റു 0. എം ഇൻറ്റു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇത്രയും ടൈമിന്റെ ഇനി ആവശ്യമില്ല, നമുക്ക് അത് കളയാം. അപ്പൊ ഞാൻ കളയാൻ പോവാണ്. കളയുമ്പോ വേണമെങ്കിൽ ഇക്വേഷൻ അവിടെ ചെറുതായി, അപ്പൊ ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാണ്ട് വെച്ച സാധനം എഴുതാം. ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ്. ഈ 0 ഉള്ള സാധനം ഞാൻ എഴുതണോ? വേണ്ട, അത് മൊത്തം പോവും. അപ്പൊ ഞാൻ അത് എഴുതിയില്ല, കുഴപ്പമില്ലല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ? ടോയാണ്. ആർ ക്രോസ് എഫ് എന്ന് പറഞ്ഞാല് ടോ. അപ്പൊ അടുത്ത ഇക്വേഷൻ നോക്കിയേ, ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഈക്വൽ ടു ടോ എന്ന് വന്നു. കുഴപ്പമില്ലല്ല, അത്രയും ക്ലിയർ അല്ലേ? കഴിഞ്ഞു കേട്ടോ, ഡെറിവേഷൻ കഴിഞ്ഞു. അപ്പൊ ഇനി ചെയ്യേണ്ട കാര്യം ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഉണ്ട്. ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ടോയാണ്. അപ്പൊ ഞാൻ ഈ കേസില് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പിക്ക് വരെ ഞാൻ ആരെ കൊടുക്കാൻ പോവാണ്? ടോനെ കൊടുക്കാൻ പോവാണ്. നോക്കിക്കോ, ഡി എൽ ബൈ ഡി ടി
ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി. അതിന് പകരം ഞാൻ കൊടുക്കും ടോ കൊടുക്കും, കാരണം ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ടോ തന്നെയാണ്. ഓക്കെ, നമ്മുടെ ഡെറിവേഷൻ കഴിഞ്ഞു. നമ്മുടെ അടുത്ത് കാണിക്കാൻ പറഞ്ഞ ഇക്വേഷനും നമ്മൾ കാണിച്ചു. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് 2 മാർക്കിന് ചോദിക്കാറുള്ള സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഈ ഡെറിവേഷൻ. അപ്പൊ ഇതിലധികം ഡെറിവേഷൻസ് ഒന്നും ഇല്ല, ആകെ 2 3 ഡെറിവേഷൻസ് ഉള്ളൂ. അപ്പോൾ ഉള്ള ഡെറിവേഷൻസ് ഇമ്പോർട്ടന്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അതായത് ആംഗുലാർ മൊമെന്റം പറയാനാണ്. അതായത് അത് ഞാൻ ആ ഇക്വേഷൻ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ ഇക്വേഷൻ നോക്കിയേ, ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. ആ ഇക്വേഷൻ ഞാൻ അവിടെ എഴുതി വെക്കാൻ പോവാ. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ. കുഴപ്പമില്ലല്ലോ. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ടോ എന്ന് കൊടുത്തു. ഇവിടുത്തെ ടോർക്ക് ഞാൻ 0 ആക്കാണ്. അതായത് ഈ ടോ ഞാൻ 0 ആക്കാണ്. ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 ആക്കി. ഇവിടുത്തെ ടോ എന്തായി? ടോ 0 ആക്കി, ടോർക്ക് 0 ആക്കി. അപ്പൊ ഡി എൽ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ വന്നിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? എന്താണ് അതിന്റെ അർത്ഥം? എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെന്റം. ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പൊ ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആണ്. അതല്ല ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആണോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എപ്പോഴാണ് ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് 0 ആയത്? നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. ടോർക്ക് 0 ആയപ്പോ ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്തായി മാറി? 0 ആയിട്ട് മാറി, അല്ലെ? ടോർക്ക് 0 ആയപ്പോ ആംഗുലാർ മൊമെന്റത്തിന്റെ ചേഞ്ച് എന്തായിട്ട് മാറിയാണ് മക്കളെ? 0 ആയിട്ട് മാറി. ഇത് പറയുന്ന ലോ ആണ് എന്ത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. നോക്കിയേ, if the total external torque on a system of particle is 0, അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഒരു സിസ്റ്റത്തിൽ 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? then the total angular momentum of the system is conserved അല്ലെങ്കിൽ remain constant. അതായത് ഞാൻ ചോദിക്കട്ടെ, ഈ ഡി എൽ ബൈ ഡി ടി 0 ആണ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേഞ്ച് 0 ആണ്. ചേഞ്ച് അവന്റെ എനിക്ക് ഉണ്ടാവുന്ന ചേഞ്ച് 0 ആണ്. എന്റെ മാറ്റം 0 ആണ്. അതായത് ഞാൻ മാറണ്ട ഇല്ല, അല്ലെ? മാറ്റം 0 ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല മക്കളെ? മാറണില്ല. മാറണ്ട ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ മാറ്റം 0 ആവോ? ഇല്ല. അതിന്റെ ചേഞ്ച് 0 ആണെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല മക്കളെ? ചേഞ്ച് ചെയ്യണില്ല. ചേഞ്ച് ചെയ്യാത്ത ആൾക്കാരെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കോൺസ്റ്റന്റ്. എന്താണ് പറയാ? കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കൺസർവ്ഡ് എന്നൊക്കെ പറയും. അപ്പൊ അത് തന്നെയാണ് അവരെന്ത് പറഞ്ഞത്? ടോ 0 ആയപ്പോ എന്തായി? ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആയി. കൺസർവ്ഡ് ആയി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ്, അതായത് മാറുന്നില്ല എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായി? മാറുന്നില്ല. ഇഫ് ദ ടോട്ടൽ എക്സ്റ്റേണൽ ടോർക്ക് ഓൺ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് 0, ടോർക്ക് 0 ആണെങ്കിൽ then the total angular momentum of the system is conserved. കൺസർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. കുഴപ്പമില്ലല്ലോ, എളുപ്പല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്തായാലും പഠിക്കണോട്ടെ ഇത്. ഡിഫൈൻ കപ്പിൾ. ഇപ്രാവശ്യം എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കപ്പിൾ. എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് കപ്പിൾ. അതായത് ഞാനൊരു ഡയഗ്രാം വരച്ച് കാണിച്ചു തരാം. ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കും, കുഴപ്പമില്ലല്ലോ. ആ ബോക്സിന് ഫോഴ്സ് കൊടുക്കും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇതിനെയാണ് ബുദ്ധിമുട്ടുണ്ടാവുക. ലൈൻ ഓഫ് ആക്ഷൻ. എന്താണ് ഈ ലൈൻ ഓഫ് ആക്ഷൻ? ഇവിടെ നോക്കിയടാ, ഈ ഫോഴ്സ് ഇരിക്കുന്ന ലൈന് ഇതാണ്. ആ ഫോഴ്സ് ഇരിക്കുന്ന ലൈൻ അല്ലെ? ഇതാണ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ അതാണ്, അല്ലെ? അപ്പൊ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ ഇതാണ്. ആണോ? ആണോ? അതല്ല, ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈൻ, അതായത് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ആക്ഷൻ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും അതിനെ പറ്റി പഠിക്കാനില്ല. ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാല് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ലൈനെ പറയണ ലൈൻ ഓഫ് ആക്ഷൻ. വേണമെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തണമെന്നുണ്ടായില്ല, നമുക്ക് വേണമെങ്കിൽ ഫുൾ ആയിട്ട് ഇത് വരച്ചാൽ എന്ത് തന്നെയാണ്? ലൈൻ ഓഫ് ആക്ഷൻ തന്നെയാണ്. അപ്പോ കപ്പിളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്തായിരിക്കും? ഇപ്പൊ ഈ ഫോഴ്സ് 10 ആണെന്നുണ്ടെങ്കിൽ ഇവന് എത്ര തന്നെ ആയിരിക്കും? 10 തന്നെ ആയിരിക്കും. അപ്പൊ കപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷേ
ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. നോക്കി, ഇവന്റെ ഡയറക്ഷൻ അങ്ങോട്ട്, ഇവന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. കുഴപ്പമില്ലല്ലോ. അപ്പൊ കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, പിന്നെ അവരെ ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആയിരിക്കൂല. അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്തായിരിക്കില്ല? സെയിം ആയിരിക്കില്ല. അപ്പൊ സെയിം ആയിട്ടുള്ള ലൈൻ ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞ വരച്ചാണിച്ചിട്ട് ഇവിടെ നോക്കി, കണ്ടോ? അപ്പുറത്തും ഇപ്പുറത്തും 10, പക്ഷെ അവരുടെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്? സെയിം ആണ്. പക്ഷെ ഇവിടെ കപ്പിൾ ആവണമെന്നുണ്ടെങ്കിൽ എന്താവാൻ പാടില്ല? ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആവാൻ പാടില്ല. അപ്പുറത്തും ഇപ്പുറത്തും ഒരേ ഫോഴ്സ് ആയിരിക്കണം. അതുപോലെ തന്നെ അവരുടെ എന്തായിരിക്കണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻ കൂടി ആയിരിക്കണം. അപ്പൊ ആ കപ്പിളിന്റെ പ്രത്യേകത എന്താ? അതായത് നിങ്ങൾ എന്ത് ചെയ്യുക? പാൻ ഇവിടെ എവിടെയെങ്കിലും വെക്കാം. പാന വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുക, അപ്പം ഇവിടെ നിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുക. സ്വാഭാവികമായിട്ടും ഈ പാൻ എന്ത് ചെയ്യും? കിടന്ന് കറങ്ങും. അപ്പൊ കപ്പിൾ എന്ത് ചെയ്യും? കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷൻ വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. അതായത് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ നേരെയുള്ള മോഷൻ. നേരെയുള്ള മോഷൻ അല്ലാതെ എന്തുണ്ടാക്കും? കപ്പിള് റൊട്ടേഷൻ ഉണ്ടാക്കും. റൊട്ടേഷൻ നേരെ മൂവ് ചെയ്യാണ്ട് എന്തുണ്ടാക്കും? റൊട്ടേഷൻ ഉണ്ടാക്കും. അപ്പൊ കപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് വിത്ത് ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ. അല്ലെ, ഡിഫറെന്റ് ലൈൻ ഓഫ് ആക്ഷൻ ഈസ് നോൺ ആസ് കപ്പിൾ. അതിനെന്ത് പറയും? കപ്പിൾ എന്ന് പറയും. കപ്പിൾ എന്തുണ്ടാക്കും? റൊട്ടേഷൻ ഉണ്ടാക്കും വിത്തൗട്ട് ട്രാൻസ്ലേഷൻ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ പഠിക്കാട്ടോ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ക്വസ്റ്റ്യൻ അടക്കം പഠിക്കണം. ഓക്കെ, ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് ഡാഷ്. അപ്പൊ ചിലപ്പോ ഇതിന്റെ ഡിഫൈൻ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പൊ അത് എഴുതണം. അപ്പൊ ഇതിന് എന്ത് പഠിക്കണം? ക്വസ്റ്റ്യൻ പഠിക്കണം. ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനീഷ്യ. എന്താണ് പറയാ? മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ലല്ല. റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരാണ്, ഡിഫൈൻ മൊമെന്റം, ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനീഷ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനീഷ്യ. അപ്പൊ നിങ്ങൾ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം പഠിച്ചു അല്ലെ? ഇവിടെ റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് ഡാഷ് എന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനീഷ്യ എന്നുള്ള ക്വസ്റ്റ്യനുള്ള ചോദ്യവും പഠിച്ചു. ആ ചോദ്യത്തിനുള്ള ഉത്തരം പഠിച്ചു അല്ലെ? അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യനും കൂടി അങ്ങോട്ട് പഠിക്കണം. അപ്പൊ പഠിച്ചോട്ടാ. റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ് ഈസ് കോൾഡ് മൊമെന്റ് ഓഫ് ഇനീഷ്യ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? മൊമെന്റ് ഓഫ് ഇനീഷ്യ. ഇനി മൊമെന്റ് ഓഫ് ഇനീഷ്യൽ ഇക്വേഷൻ I is equal to mr square ട്ടാ. I is equal to mr square. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ. obtain the relation connecting angular momentum and moment of inertia. angular momentum ആരാന്നറിയോ? L. ആംഗുലാർ മൊമെന്റവും മൊമെന്റ് ഓഫ് ഇനീഷ്യയും, അതായത് ഐയും തമ്മിൽ ഒരു റിലേഷൻ കണക്ട് ചെയ്യണം, അതായത് ഉണ്ടാക്കണം. എന്താണ് ഫിസിക്സിൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ് റിലേഷൻ? ഇവിടെ മക്കളെ ഒന്നുമില്ല. റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബന്ധം. ഫിസിക്സിൽ ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ഇക്വേഷൻ ആണ്. അപ്പൊ ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത്, ഫിസിക്സിൽ ബന്ധം എന്ന് ഉദ്ദേശിക്കുന്നത് ഇക്വേഷൻ ആണ്. അപ്പൊ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ്? ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊമെന്റ് ഓഫ് ഇനീഷ്യയും ആംഗുലാർ മൊമെന്റവും, മൊമെന്റ് ഓഫ് ഇനീഷ്യയും ആംഗുലാർ മൊമെന്റവും തമ്മിലുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് അവർ എന്ത് ഉദ്ദേശിക്കുന്നത്? റിലേഷൻ എന്ന് പറയുന്നത്. കുഴപ്പമില്ലല്ലോ, സിമ്പിൾ അല്ലേ? തുടങ്ങിയാലോ. അപ്പോ ആദ്യം തന്നെ L is equal to R cross P. ഇത് നേരത്തെ പഠിച്ച ഇക്വേഷൻ ആണ്. L is equal to R cross P എന്നുള്ളത്. അപ്പൊ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ കുറെ പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിൾസിന്റെ ഒരാളുടെയാണ് L. ഓക്കെ, ഒരാളുടെ ആംഗുലാർ മൊമെന്റ് ആണ് സ്മോൾ L. കുഴപ്പമില്ലല്ല, ഞാൻ ഈ L ആണ് എഴുതുന്നത് കേട്ടോ. പക്ഷെ വേറെന്തോ ആയി പോയല്ലേ. അപ്പൊ ഒരാളുടെ ആംഗുലാർ മൊമെന്റ് ആണ് L. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ എല്ലും കൂടി എന്ത് ചെയ്യണം? പ്ലസ് ചെയ്യണം അല്ലെ? ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ക്യാപിറ്റൽ L ആണെന്ന് വിചാരിക്കാം. ഇവിടുത്തെ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് എന്താണ്? ക്യാപിറ്റൽ L ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ ക്യാപിറ്റൽ L ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും?
ടോട്ടൽ ആംഗുലാർ മൊമെന്റം കാണണമെന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞെല്ലിനെയും കൂട്ടണം അല്ലെ, എല്ലാ കുഞ്ഞെല്ലിനെയും എന്താണ് കൂട്ടണം, എന്നാലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം കിട്ടുള്ളൂ അല്ലെ. എല്ലാ കുഞ്ഞെല്ലിനെയും കൂട്ടിയാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ടോട്ടൽ ആംഗുലാർ മൊമെന്റം കിട്ടുള്ളൂ. അപ്പൊ എല്ലാരെയും കൂട്ടണം എന്ന് കാണിക്കുന്ന ചിഹ്നമാണ് ഇത് സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ എന്നൊക്കെ പറയും. അപ്പൊ എല്ലാ കുഞ്ഞെല്ലിനെയും കൂടി കൂട്ടിയാലേ എന്ത് കിട്ടുള്ളൂ, വലിയ എല്ല് കിട്ടുള്ളൂ എന്ന് കാണിക്കുന്ന ചിഹ്നമാണ് ആര്, സിഗ്മ. ആര്, സിഗ്മ അല്ലെങ്കിൽ സമ്മേഷൻ എന്ന് പറയും. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഡെറിവേഷന്റെ തുടക്കം. കുഴപ്പമില്ലല്ല. അപ്പൊ ഓരോ പാർട്ടിക്കിൾസിന്റെ ആംഗുലാർ മൊമെന്റം സ്മോൾ എൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിന്റെ കണ്ടുപിടിക്കാനാണെങ്കിൽ ക്യാപിറ്റൽ എൽ ആണ്. മൊത്തം എൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എൽ ആണ്. അപ്പൊ മൊത്തം കുഞ്ഞെല്ല് കൂട്ടിയാലെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, വലിയ എല്ല് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, മൊത്തം കുഞ്ഞെല്ല് കൂട്ടിന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചിഹ്നമാണ് സമ്മേഷൻ അല്ലെങ്കിൽ സിഗ്മ. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡെറിവേഷൻ തുടങ്ങണത്. ശ്രദ്ധിച്ചു നോക്കിക്കോ. അപ്പൊ നോക്കിക്കോട്ടാ, അതായത് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു, വലിയ എല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞെല്ലിനെയും കൂട്ടണം. കുഴപ്പമില്ലല്ലോ, സെറ്റ് അല്ലേ. വലിയ എല്ല് കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ കുഞ്ഞെല്ലിനെയും ഞാൻ എന്ത് ചെയ്യണം മക്കളെ, കൂട്ടണം. ഇനി അടുത്ത് നോക്കി, ഒരു ഇക്വേഷൻ ഞാൻ നിങ്ങൾക്ക് നേരത്തെ പഠിപ്പിച്ചതുണ്ട്. അതായത് എൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ക്രോസ് പി ആണ് അല്ലെ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ക്രോസ് പി. കുഴപ്പമില്ലല്ല. അപ്പൊ ഇവിടുത്തെ എല്ലിന് പകരം ഞാൻ എന്ത് കൊടുക്കാൻ പോവാണ്, ആർ ക്രോസ് പി കൊടുക്കാൻ പോവാണ്. നോക്കിക്കോ, എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ക്രോസ് പി. കുഴപ്പമുണ്ടാ, സിഗ്മ ആർ ക്രോസ് പി. എല്ലിന് വരെ സിഗ്മ ആർ ക്രോസ് പി കൊടുത്തു. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോ, എ ക്രോസ് ബി ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്, എ ബി സൈൻ ഡീറ്റ ആണ്. എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്താണ് മക്കളെ, എ ബി സൈൻ ഡീറ്റ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി, ആർ ക്രോസ് പി ഉണ്ട്. ആർ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, അപ്പോ ആർ പി സൈൻ ഡീറ്റ. കുഴപ്പമില്ലല്ല. എ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടണത് എ ബി സൈൻ ഡീറ്റ ആണെന്നുണ്ടെങ്കിൽ ആർ ക്രോസ് ബി ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും, ആർ പി സൈൻ ഡീറ്റ ആയിരിക്കും. അത് ഞാൻ എഴുതി വെച്ചു. കുഴപ്പമില്ലല്ല, സിമ്പിൾ ആണ്. ഇവിടുത്തെ തീറ്റ 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. ഇവിടുത്തെ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടുത്തെ തീറ്റ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും, തീറ്റയ്ക്ക് വരും നമ്മൾ എന്ത് ചെയ്യും, സൈൻ 90 എന്ന് കൊടുക്കൂട്ടാ. സിഗ്മ ആർ പി സൈൻ 90. എടാ മക്കളെ, നിങ്ങൾ കുഞ്ഞിലെ മുതൽ, അതായത് 10ാം ക്ലാസ് മുതൽ പഠിക്കാനാണ്. സൈൻ 90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്, 1. സൈൻ 90 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അപ്പോ എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ പി സൈൻ 90 എന്ന് പറഞ്ഞാൽ എന്താണ്, 1 അല്ലേ. ആർ പി ഇൻറ്റു 1. കുഴപ്പമുണ്ടാ, ഇല്ലല്ല. ആർ പി ഇൻറ്റു 1. അപ്പൊ ഇത്രയായി. അപ്പൊ ഇനി ലാസ്റ്റ് ഇക്വേഷൻ എന്താണ്, ബാക്കിയുള്ള എന്താണ്, എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ പി. എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ പി. കുഴപ്പമില്ലല്ല. ഇനി ഇപ്പോഴേ പഠിച്ചോ, പി ഡി ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു എം വി. ഇത്രയും ഇക്വേഷൻ പഠിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലാത്ത പക്ഷം ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ ഡെറിവേഷൻ ചെയ്യുന്നതിന്റെ ഒപ്പം ഈ ഇക്വേഷൻസ് കൂടി എന്ത് ചെയ്യണം, എഴുതി പഠിക്കണം. അപ്പൊ പി ഡി ഇക്വേഷൻ എന്താണ്, പി ഇസ് ഈക്വൽ ടു എം വി, മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പൊ ഇവിടെ പി കണ്ട നോക്കിയേ, ഈ പി കണ്ടല്ല, ആ പിക്ക് നമ്മൾ എന്ത് കൊടുക്കാൻ പോവാണ്, എം വി കൊടുക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ, എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു എം വി. കുഴപ്പമില്ലല്ലോ, ആർ ഇൻറ്റു എം വി. അപ്പൊ ഇത്രയും എത്തിയമ്മ, ഡെറിവേഷൻ തീരെയാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇനി ഒരു ഇക്വേഷൻ കൂടി പഠിപ്പിച്ചു തരാം. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മക്കളെ, ആർ ഒമേഗ. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർ ഒമേഗയാണ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർ ഒമേഗ. ഓക്കെ, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ഒമേഗ കേട്ടോ. അപ്പൊ നോക്കി, ഈ കേസ് ഞാൻ ഒന്നുകൂടി എടുത്തതാണ്. എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു എം വി. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നോക്കി, വി എന്ന് പറഞ്ഞാൽ എന്താണ്, ആർ ഒമേഗയാണ്. അപ്പൊ ഇവിടുത്തെ വിക്ക് വരെ എന്ത് കൊടുക്കാൻ പോവാണ്, ആർ ഒമേഗ കൊടുക്കാൻ പോവാണ്. എൽ ഇസ് ഈക്വൽ ടു സിഗ്മ ആർ ഇൻറ്റു എം ഇൻറ്റു എന്ത് വരും, ആർ ഒമേഗ. ആർ ഒമേഗ. കുഴപ്പമില്ലല്ല. ഇവിടുത്തെ വിക്ക് വരെ ഞാൻ എന്ത് ചെയ്തു, ആർ ഒമേഗ കൊടുത്തു.
അത്രയും ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല. ഇവിടെ നോക്കി R ഉണ്ട്, ഈ 2R കൂടി വരുമ്പോ എന്താവും? സ്ക്വയർ ആവും. R into R, R square. അപ്പൊ അതാണ് അടുത്ത സ്റ്റെപ്പ്. L is equal to sigma m R square omega. കുഴപ്പമില്ലല്ല, ഇത്രയും എത്തിയത് കുഴപ്പമില്ലല്ല. സിഗ്മ എം ആർ സ്ക്വയർ ഒമേഗ. നിങ്ങൾ ഒന്ന് തൊട്ട് മുമ്പ് നോക്കിയേ, എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഐ ആണ്. അപ്പൊ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഇവിടെ എഴുതി വെച്ച സൈഡിൽ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഐ ആണ്. സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഐ ട്ടാ. സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഐ ആണ്. അപ്പൊ ഇത്രയും ഭാഗം എന്തായിട്ട് മാറും? ഐ ആയിട്ട് മാറും. ഐ ഒമേഗ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇവിടെ സിഗ്മ എം ആർ സ്ക്വയർ എന്ന് പറഞ്ഞാല് ഐ ആണ്. അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഐ എൽ ഈസ് ഈക്വൽ ടു ഐ ഒമേഗ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്ത് അവസാനിക്കാണ്? ഇന്നത്തെ ക്ലാസ് അവസാനിക്കാണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഈ വീഡിയോ ഒക്കെ കണ്ട് നാളത്തെ എക്സാം നന്നായിട്ട് എഴുതാം. അപ്പൊ എല്ലാവരും ഇതേ ക്വസ്റ്റ്യൻസേ ഉണ്ടാവുള്ളൂ എക്സാമിന്. കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഡെറിവേഷൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.